ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ കൊറിയൻ ത്രില്ലർ സോംബി സീരീസ് ആയ ഓൾ ഓഫ് അസ് ആർ ഡെഡ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഈ സീരീസിന്റെ ഓരോ എപ്പിസോഡും കഴിയും തോറും അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്, അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മളെ തന്നെ കൂടുതൽ ത്രില്ലടിപ്പിക്കുന്ന ഫണ്ണും ത്രില്ലിങ്ങും എല്ലാം കൂടി ചേർന്ന സോംബി സീരീസ് ആണിത്. ഈ സീരീസിന്റെ കോൺസെപ്റ്റ് എന്തെന്നാൽ, ഒരു വലിയ സ്കൂളിൽ ഒരു തരത്തിലുള്ള വൈറസ് സ്പ്രെഡ് ആകുന്നു. ആ വൈറസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനും എഫക്റ്റ് ആകുന്നു. പക്ഷെ ചില കുട്ടികൾ മാത്രം ആ വൈറസിൽ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷെ ഈ വൈറസ് ബാധിച്ച എല്ലാ സ്റ്റുഡൻസും സോംബീസ് ആയി ഈ എഫക്റ്റ് ആകാത്ത സ്റ്റുഡൻസിനെയും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ആ സോംബീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടമാണ്. അതുകൂടാണ്ട് ഇവർക്കിടയിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിൽ നിന്നെല്ലാം ഇവരെ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് ഭയങ്കര ത്രില്ലിംഗ് ആയി ഓരോ എപ്പിസോഡും ബോറടിപ്പിക്കാണ്ട് കൊണ്ടുപോകും. ശരിയെന്നാ നമുക്ക് സീരീസിലോട്ട് പോകാം. ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കുറെ ബുള്ളീസ് എല്ലാരും കൂടി ചേർന്ന് ഒരു പാവം പിടിച്ച ചെക്കനെ ഭയങ്കര ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ടോർച്ചർ സഹിക്കാൻ പറ്റാണ്ട് അവസാനം ഈ ചെക്കൻ സൂയിസൈഡ് വരെ ചെയ്യാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ ചെക്കൻ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ താൻ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞ് ഈ ബുള്ളീസിന്റെ എല്ലാവരും പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സൂയിസൈഡ് നോട്ട് എങ്ങനെയോ ഇവരുടെ കയ്യിൽ തന്നെ കിട്ടി. അതും പറഞ്ഞിട്ടാണ് ഇപ്പോ ഈ ചെക്കനെ ഇങ്ങനെയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നാളെ ചത്തുപോകും, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി ചേർത്ത് കുടുക്കിയിട്ടാണല്ലേ നീ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇപ്പോ പട്ടീനെ പോലെ അടിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊരുത്തൻ ഈ ചെക്കനെ അടിച്ചടിച്ച് ആ ചെക്കന്റെ മുഖത്ത് കാല് വെച്ച് ഞെരിക്കുന്ന സമയത്ത് ഈ ചെക്കന്റെ കണ്ണ് പെട്ടെന്ന് ചുവന്ന നിറത്തിലോട്ട് മാറുന്നു. അതുകൂടാണ്ട് ഈ ചെക്കന്റെ ശരീരം ഭയങ്കര വിയേർഡായിട്ട് മുറുക്കി എന്തോ വൈറസ് കയറിയതുപോലെ ആകെ ശരീരം വിയേർഡായി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ആ സമയം ഈ ചെക്കൻ ഒരുത്തൻ അടിക്കാൻ പോയതും അവൻ അവിടെ നിന്ന് മാറിയതും ഈ ചെക്കൻ നേരെ അവിടെ നിന്ന് അത്രയും ഹൈറ്റിൽ നിന്ന് നേരെ താഴോട്ട് വീഴുന്നു. ഇത് കണ്ടതും അവിടെ ഉണ്ടായ എല്ലാ ബുള്ളീസും ചേർന്ന് താഴോട്ട് നോക്കിയതും ഈ ചെക്കൻ താഴെ ചത്തു കിടക്കുന്നു. അടുത്ത സീനിൽ ഒരു ഹോസ്പിറ്റൽ കാണിക്കുന്നു. അവിടെ ഒരാള് പതുങ്ങി ആ ഹോസ്പിറ്റലിലുള്ള ഒരു മുറിയിലോട്ട് കയറുന്നു. ആ മുറിയില് നേരത്തെ ഒരു ചെക്കനെ ബുള്ളി ചെയ്തില്ലേ, ആ ചെക്കനെ ഈ റൂമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ചെക്കൻ അത്ര ഹൈറ്റിൽ നിന്ന് ചാടിയിട്ട് പോലും മരിച്ചിട്ടില്ല. ഇയാള് ഈ ചെക്കന്റെ അച്ഛനാണ്. ഇയാളെ കണ്ടതും ആ ചെക്കൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കിടക്കുന്നത് എന്ന് പോലും നോക്കാണ്ട് എന്നെ ഈ അവസ്ഥയിലാക്കിയ ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടില്ല, അവരെല്ലാം കൊന്നിട്ട് ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞ് അവന്റെ ശരീരത്തിൽ കണക്ട് ചെയ്ത എല്ലാ വയറും അഴിച്ചു മാറ്റുന്നു. ഇത് കണ്ടതും അവന്റെ അച്ഛൻ അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴും ആ ചെക്കൻ അടങ്ങാണ്ട് ഭയങ്കര അഗ്രസീവായി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ ചെക്കന്റെ ക്യാരക്ടർ മുഴുവനും മാറി ഒരു സോംബിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. അതുകൂടാണ്ട് ഇവന്റെ അച്ഛനെ നോക്കിയിട്ട് എന്നെ തടയാൻ നിൽക്കരുത്, എന്നെ തടയാൻ നിന്ന് കഴിഞ്ഞാൽ അച്ഛനാണ് എന്ന് പോലും ഞാൻ മറന്നു കളയും എന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഇത് കണ്ടതും ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി അവിടെയുള്ള ഒരു വെയിറ്റ് ഉള്ള ബുക്ക് എടുത്ത് എന്നോട് ക്ഷമിക്കും മോനെ എന്ന് പറഞ്ഞ് മകനാണ് എന്ന് പോലും നോക്കാണ്ട് ആ ചെക്കന്റെ തലയ്ക്ക് തന്നെ ഈ വെയിറ്റ് ഉള്ള ബുക്ക് വെച്ച് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഒരു ഘട്ടത്തിൽ ഈ ചെക്കൻ മരിച്ചു എന്ന് അറിഞ്ഞതും ഒരു സൂട്ട് കേസിൽ ഈ ചെക്കന്റെ ബോഡി പാക്ക് ചെയ്ത് ഒരു സബ്വേ കൂടി നടക്കുകയാണ് ഇയാള്. പെട്ടെന്ന് ഇയാളുടെ കാല് സ്ലിപ്പായി അയാൾ അവിടെ തന്നെ വീണു പോകുന്നു. വീണതും ആ സമയത്ത് ഈ സൂട്ട് കേസിന്റെ ഉള്ളിൽ നിന്നും ഈ ചെക്കന്റെ കൈ പുറത്തോട്ട് തൂങ്ങുന്നു. ആ സമയം ഇയാള് ആ ചെക്കന്റെ കൈ എടുത്തു നോക്കുന്നു. ഈ കൈയിലൂടെയാണ് ഈ ചെക്കന്റെ ശരീരത്തിലോട്ട് വൈറസ് സ്പ്രെഡ് ആയത്. ഇയാളത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കൈ ഇയാളുടെ കയ്യിൽ ടൈറ്റായി പിടിച്ച് ഇയാളും അതിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ കാണിച്ച് ഈ സീൻ കട്ട് ചെയ്യുന്നു. അതേസമയം അടുത്ത സീനിൽ ഒരു വലിയ സ്കൂള് കാണിക്കുന്നു. ആ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും കൂടി ചേർന്ന് ക്ലാസ് റൂമും സ്റ്റാഫ് റൂമും തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ചില സ്റ്റുഡൻസും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് രണ്ട് സാറുമാരും കൂടി ചേർന്നിരുന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവര് വിടുന്ന പുക മുകളിൽ നിന്നും ഒരു സ്റ്റുഡന്റ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരു ചെക്കൻ വന്ന് അവന്റെ തലക്കടിച്ച് അവിടെ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടും കൊണ്ടുപോകുന്നു. വേറൊരു സ്ഥലത്ത് കുറച്ച് സ്റ്റുഡൻസ് ചേർന്നിരുന്ന് അമ്പ് ചെയ്യുന്ന ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു ക്ലാസ് റൂമിൽ മ്യൂസിക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം വേറൊരു സ്ഥലത്ത് ഒരു സയൻസ് ക്ലാസ് റൂം കാണിക്കുന്നു. അവിടെ ഇപ്പോഴാണ് ഒരു സ്റ്റുഡന്റ് ഉറങ്ങി എണീറ്റത്. അവളും ഉറങ്ങി എണീറ്റ് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവൾക്ക് എവിടെ നിന്നോ എന്തോ ഒന്ന് ഇടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഇവളും ഈ സൗണ്ട് എവിടെ നിന്നാ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു സയൻസ് ലാബിലോട്ട് കയറുന്നു. അവിടെ ചെന്ന് നോക്കിയതും അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ അടിയിൽ ഒരു ഇരുമ്പ് ബോക്സ് കാണുന്നു. ആ ബോക്സിന്റെ ഉള്ളിൽ നിന്നാണ് ഈ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്.
കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളും ആ ബോക്സ് തുറക്കാനായിട്ട് പോയതും പിന്നെ ഇടിക്കുന്ന സൗണ്ട് കേട്ടതും ഇവള് പേടിച്ചു പോകുന്നു. പക്ഷെ ഇവളും പേടിയൊക്കെ മാറ്റി ആ ബോക്സ് തുറന്നു നോക്കിയതും ആ ബോക്സിന്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ എലീനെ കാണുന്നു. ഇവളും ആ എലീനെ കണ്ടിട്ട് ഓ നീ എന്ത് ക്യൂട്ടാണ്, വന്നെന്റെ കൈ തൊട് എന്ന് പറഞ്ഞ് കൊഞ്ചിയും കൊണ്ട് ആ ബോക്സിന്റെ സൈഡിൽ കൈ ഇട്ടതും ആ എലി ഓടി വന്ന് ഇവളുടെ കൈ കടിക്കുന്നു. ഈ പെണ്ണും ആ എലീനെ നോക്കിയിട്ട് നീ നല്ല എലിയാണ് എന്ന് വിചാരിച്ച് നിന്നെ കൊഞ്ചാൻ വന്നതും എന്നെ തന്നെ കടിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പോയതും പെട്ടെന്ന് അങ്ങോട്ട് ഒരാള് വരുന്നു. ഇയാൾ ആരാണെന്ന് മനസ്സിലായോ? കുറച്ചു മുമ്പ് ഹോസ്പിറ്റലിലോട്ട് ഒരാൾ വന്നില്ലേ, ബുക്ക് വെച്ച് അയാളുടെ മോനെ തന്നെ അടിച്ചു കൊന്നില്ലേ, അയാള് തന്നെയാണ്. ആക്ച്വലി ഇയാള് ഈ സ്കൂളിന്റെ സയൻസ് ടീച്ചറാണ്. ഈ പെണ്ണും അവിടെ നിന്നും പുറത്തോട്ട് പോകുന്നു. ആ സമയം ഇയാള് ആ എലിയുടെ പെട്ടി തുറന്നിരിക്കുന്നതും അതുകൂടാണ്ട് അവിടെ കുറെ ചോരത്തുള്ളികളും അതുകൂടാണ്ട് ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നത് കണ്ടതും ഈ എലി ഈ പെണ്ണിനെ കടിച്ചു എന്ന് മനസ്സിലാക്കി പുറത്തോട്ട് പോകാൻ നിന്ന് ആ പെണ്ണിനെ അകത്തോട്ട് വലിച്ചിട്ട് ഡോറ് ക്ലോസ് ചെയ്ത് കളയുന്നു. ഈ സീൻ കാണുമ്പോ ആ എലിയുടെ ശരീരത്തിൽ എന്തൊരു വൈറസ് ഉള്ളത് പോലെയും അതുകൊണ്ടായിരിക്കും ഈ ടീച്ചർ ഇപ്പോ ആ സ്റ്റുഡന്റിന്റെ അകത്തോട്ട് വലിച്ചിട്ടത്. പക്ഷെ എന്താണ് സംഭവം എന്ന് പിന്നീടായിരിക്കും കാണിക്കുന്നത്. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നായകനും അവന്റെ ഫ്രണ്ടും വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം എന്തോ ഒരു മെസ്സേജ് വന്നതും നായകൻ അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പെണ്ണ് വന്ന് ഇവനെ ഇടിച്ചതും ഇവന്റെ കയ്യിലുണ്ടായ ഫോൺ നേരെ താഴോട്ട് വീഴുന്നു. ഇപ്പൊ ഇടിച്ചത് വേറെ ആരുമല്ല, ഈ സീരീസിലെ നായികയാണ്. അവളും നായകനെ നോക്കിയിട്ട് ഇന്ന് നിന്റെ അമ്മേന്റെ കടയിൽ എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കേട്ടു. എന്തായാലും ഇന്ന് വൈകുന്നേരം നിന്റെ ചെലവാണ്, നിന്റെ അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കടേന്റെ മുമ്പിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, ഞങ്ങളും വേഗം വരാൻ നോക്കാം. അതിനുശേഷം നിന്റെ അമ്മ ഉണ്ടാക്കിയ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നായികയുടെ ബാഗ് നായകന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും അവള് പോകുന്നു. നായകനും ആ ബാഗ് മേടിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. വൈകുന്നേരം ആയതും എല്ലാരും കൂടി ചേർന്നിരുന്ന് നായകന്റെ അമ്മയുടെ കടയിലോട്ട് വന്നിരിക്കുകയാണ്. അവന്റെ അമ്മയാണെങ്കിലോ പല വെറൈറ്റിയില് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അവരും ഭയങ്കര അത് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ നായിക മാത്രം ഇതിൽ കുറച്ച് ഉപ്പ് കൂടുതലാണ് എന്ന് പറയുന്നു. നായിക ഇങ്ങനെ പറഞ്ഞതും നായകന്റെ അമ്മ എങ്ങനെ ചിക്കനിൽ ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ആ കാര്യം അവന്റെ അച്ഛനോടും പോയി പറയുന്നു. പക്ഷെ നായികയുടെ ഫ്രണ്ട്സിന് ആർക്കും ചിക്കനിൽ ഉപ്പ് കൂടിയതായി തോന്നുന്നില്ല. നായിക മാത്രമാണ് അങ്ങനെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇവരിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക നിങ്ങൾ ഈ ഇടയായിട്ട് സയൻസ് ടീച്ചർ എന്ന് ശ്രദ്ധിച്ചായിരുന്നു? ഈ ഇടയായിട്ട് സയൻസ് ടീച്ചർ ഭയങ്കര വിയേർഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ആ ടീച്ചർ എപ്പോഴൊക്കെ ക്ലാസ്സിൽ വരുന്നോ അപ്പോഴൊക്കെ എന്തോ ചത്ത ചീഞ്ഞ മണമാണ് വരുന്നത്. ഇത് പറഞ്ഞ് നായികയുടെ കൂടെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് അത് മാത്രമല്ല ലാസ്റ്റ് ഒരു വട്ടം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ബോർഡിൽ ക്ലാസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഭ്രാന്ത് പിടിച്ച പോലെ ബോർഡിൽ എന്തൊക്കെയോ കുത്തി വരച്ച് എഴുതി ക്ലാസ് റൂമിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങി ഓടിയേക്കുന്നു. അതുകൂടാണ്ട് റീസെന്റ് ആയിട്ടല്ലേ സാറിന്റെ മോനെയും കാണാണ്ട് പോയത്, അതിന്റെയൊക്കെ പ്രഷർ കാരണമായിരിക്കോ സാർ ഇപ്പൊ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇത് കേട്ട നായകന്റെ ഫ്രണ്ട് അങ്ങനെയൊന്നും ആയിരിക്കൂല, ഓവറായി പഠിച്ച് ബോധം പോയതായിരിക്കും, അതായിരിക്കും ഇപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ അടുത്തത് നീ ആയിരിക്കുമല്ലോ, അടുത്തത് ഭ്രാന്താകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നായികയെ കളിയാക്കുന്നു. അതിനുശേഷം ഇവരെല്ലാരും കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകുന്നു. നായകനും നായികയും ഒരേ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഇവരും ഇവരുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോകുന്ന സമയത്ത് നായിക നായകനോട് ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറയുന്നു. ഇവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക അവള് കെട്ടിവെച്ച മുടി അഴിച്ചിട്ട് ഞാൻ ഈ സൈഡ് മുടി ഇട്ടാലാണോ ഭംഗി അതോ ഈ സൈഡ് മുടി ഇട്ടാണോ ഭംഗി എന്ന് പറഞ്ഞ് നായകന് മുൻപിൽ ഓരോ സ്റ്റൈലിൽ മുടി ഇട്ട് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് നായകൻ ഒന്നും പറയാണ്ട് അവളുടെ സൗന്ദര്യത്തിൽ തന്നെ മയങ്ങിപ്പോയി ഒന്നും പറയാണ്ട് നിൽക്കുന്നു. പക്ഷെ നായകൻ തിരിച്ചു ബോധത്തിലോട്ട് വന്ന് മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ പോയതും നായിക അവന്റെ കാല് നോക്കി ചവിട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു. നായകനും ആ ചവിട്ടിയ വേദനയിൽ അങ്ങനെ നിന്നു പോകുന്നു. അതേസമയം സ്കൂളിന്റെ ഉൾഭാഗം കാണിക്കുന്നു. ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്ലാസ് റൂമും ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിൽ ഒരു പെണ്ണിനെ കെട്ടിയിട്ടിരിക്കുന്നു. ഇവൾ ആരാണെന്ന് മനസ്സിലായോ? കുറച്ചു മുമ്പ് ഒരു എലി ഒരു പെണ്ണിന്റെ കൈ കടിച്ചില്ലേ, ആ പെണ്ണിനെയാണ് ഇപ്പോ ആ ടീച്ചർ കെട്ടിയിട്ടിരിക്കുന്നത്. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ പിറ്റേ ദിവസം നായിക സ്കൂളിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികയുടെ അച്ഛൻ വന്നിട്ട് എക്സാം ഒക്കെ അല്ലേ വരുന്നത്, നീ അധികം സ്ട്രെയിൻ ചെയ്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നിന്നെ കൊണ്ട് ആകുന്ന മാർക്ക് മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നു. ഇത് കേട്ട് നായിക അപ്സെറ്റ് ആയി. അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത് ഞാൻ തീരെ പഠിക്കാണ്ട് മാർക്ക് എടുക്കണം എന്നാണ്. ഇത് കേട്ടത് അവളുടെ അച്ഛൻ ഞാൻ അങ്ങനെയല്ല പറയാൻ വന്നത്, നീ അധികം സ്ട്രെയിൻ ചെയ്യണ്ട എന്നാണ് എന്ന് പറഞ്ഞ് നായിക കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ ഒരു ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോഴേക്കും നായകൻ പുറത്തുനിന്നും കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടതും നായിക ഫുഡ് കഴിക്കാണ്ട് അവിടെ
അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അവള് കഴിക്കാണ്ട് എണീറ്റ് പോയതും അവളുടെ അച്ഛൻ ഒച്ചയുണ്ടാക്കുന്നു. ആക്ച്വലി നായികയുടെ അച്ഛൻ ഒരു റെസ്ക്യൂ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ വലിയ അപകടങ്ങളൊക്കെ വരുന്ന സമയത്ത് റെസ്ക്യൂ ചെയ്യാനായി ആൾക്കാർ വരൂലേ, ആ ടീമിലാണ് നായികയുടെ അച്ഛനും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് കാണിക്കുന്നു. നായകനും നായികയും കൂടി ചേർന്ന് ഇപ്പൊ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ചോണ്ടിരിക്കുകയാണ്. എന്തിനെന്നാൽ ആരാണ് ഇന്ന് ബാഗ് തൂക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ ഈ കളിയിൽ നായകൻ തന്നെ ജയിക്കുന്നു. പക്ഷെ നായിക അവന്റെ ബാഗ് എടുക്കാണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ട് നായകൻ എന്റെ ബാഗ് എടുക്കാണ്ട് നീ എങ്ങോട്ടാണ് ഓടുന്നത് എന്ന് പറഞ്ഞ് അവളുടെ പുറകെ ഓടിപ്പോകുന്നു. അവസാനം നായികയെ പിടിച്ച് എന്റെ ബാഗ് സ്കൂള് വരെ ചുമക്ക് എന്ന് പറഞ്ഞ് നായികയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. അതേസമയം അടുത്ത സീനിൽ ഒരു പെണ്ണിനെ കാണിക്കുന്നു. ഈ പെണ്ണ് നായകനും നായികയും പഠിക്കുന്ന ക്ലാസ് ലീഡർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവളെ ലീഡർ എന്ന് വിളിക്കാം. ഇവളുടെ തൊട്ടു പുറകിൽ വേറൊരു പെണ്ണിനെയും കാണിക്കുന്നുണ്ട്. ഈ പെണ്ണിനെ നമുക്ക് സെൽഫിഷ് എന്ന് വിളിക്കാം. എന്തിനാണ് ഇവളെ സെൽഫിഷ് എന്ന് വിളിക്കാം എന്ന് പറഞ്ഞതിന്റെ കാരണം അത് പിന്നീട് മനസ്സിലാകും. ഈ സെൽഫിഷും മുങ്ങിപ്പോന്ന ലീഡറിനെ വിളിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ലീഡർ ആണെങ്കിലോ അവള് വിളിക്കുന്നത് പോലും മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ നടന്നു പോകുന്നു. അതേസമയം ചില ചെക്കന്മാര് സ്കൂൾ ഗേറ്റും ചാടിക്കടന്ന് സ്കൂളിന്റെ ഉള്ളിലോട്ട് കയറാൻ നോക്കുന്നു. ഇത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഈ ചെക്കന്മാരെ പിടിച്ചു നിർത്താൻ നോക്കുന്നു. അപ്പോഴേക്കും അവരെ ഓടി രക്ഷപ്പെടുന്നു. അതേസമയം വേറൊരു സൈഡിൽ കുറെ സ്റ്റുഡൻസ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ഇവരെ റോഡ് ക്രോസ് ചെയ്യാത്ത രീതിയിൽ വണ്ടികൾ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ ഇട്ടതും എല്ലാ സ്റ്റുഡൻസും കൂടി ആ റോഡ് കടന്ന് സ്പീഡിൽ ഓടുന്നു. കാരണം സ്കൂൾ ഗേറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ടൈം ആണിത്. ഈ കുട്ടികൾ ഓടുന്നതിന്റെ കൂട്ടത്തിൽ നായകനും നായികയും ചേർന്ന് ഓടുന്നുണ്ട്. ഗേറ്റ് അടയ്ക്കാൻ പോകുന്ന ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെയോ നായകനും കുറച്ച് കുട്ടികളും അകത്തോട്ട് കയറുന്നു. പക്ഷേ നായികയും കുറച്ച് പിള്ളേരെയും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പിടിച്ചു വെച്ച് ഈ സ്റ്റുഡൻസിന്റെ പേരും ക്ലാസ് ഡീറ്റെയിൽസും ഒരു നോട്ട് പാഡിൽ എഴുതാൻ പറയുന്നു. ഇത് കണ്ടത് നായകൻ പൊട്ടി പൊട്ടി ചിരിക്കുന്നു. ഇവൻ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടത് നായിക അവന്റെ ബാഗ് നിലത്തിട്ട് വീശി ചവിട്ടുന്നു. അതേസമയം വേറൊരു സൈഡിൽ ഒരു ചെക്കനെ കാണിക്കുന്നു. ഇവന്റെ പേര് സുയുങ്. ഇവനും നായികയും നായകനുമുള്ള ക്ലാസ്സിലുള്ള ചെക്കനാണ്. ഇവൻ ഇങ്ങനെ ക്ലാസ്സിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് സീനിൽ കുറച്ചു പേര് ചേർന്ന് ഒരു ചെക്കനെ റാഗ് ചെയ്തില്ലേ, ആ ടീമിലുള്ള ഒരു ചെക്കൻ ഒരു പെണ്ണിനെയും ചെക്കനെയും വിളിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോകുന്നതായി ഇവൻ കാണുന്നു. ഈ റാഗ് ചെയ്യുന്ന ചെക്കൻ ഈ പെണ്ണിനെയും ചെക്കനെയും വിളിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിങ്ങിലോട്ട് കൂട്ടിക്കൊണ്ടു കൊണ്ടുപോകുന്നു. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഈ റാഗ് ചെയ്യുന്ന ടീമിലുള്ള 2 മെമ്പേഴ്സും കൂടി ഇരിക്കുന്നുണ്ട്. അതിലൊരുത്തൻ ആ ടീച്ചറിന്റെ മോൻ കാണാണ്ട് പോയതിന് ഞങ്ങൾ എങ്ങനെ ഉൾപ്പെടും, ഞങ്ങളും അവനും തമ്മിൽ എന്താണ് ബന്ധം, അതുകൂടാണ്ട് നിനക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ പേരും അതിലോട്ട് വലിച്ചിട്ടത് എന്ന് പറഞ്ഞ് ഇവരെ അടിക്കാൻ പോകുന്നു. ആ സമയത്ത് ഇപ്പൊ വിളിച്ചോണ്ട് കൊണ്ടുവന്ന ആ പെണ്ണിനെ അവളുടെ പെർമിഷൻ പോലും ഇല്ലാണ്ട് അവളുടെ ഡ്രസ്സ് അഴിക്കുന്നു. അതുകൂടാണ്ട് ഇവള് ഡ്രസ്സ് ഇല്ലാത്ത വീഡിയോയും എടുക്കുന്നു. അതുകൂടാണ്ട് ഇപ്പൊ വിളിച്ചോണ്ട് കൊണ്ടുവന്ന ചെക്കനോടും അവളുടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ ചെക്കൻ ഇത് ചെയ്യൂല എന്ന് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇവനെ അടിക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും സോയോങ്ക് വന്ന് ഇവനെ തടയുന്നു. അതുകൂടാണ്ട് ആ പെണ്ണിനെ ഡ്രസ്സ് ഇടിയിപ്പിച്ച് ആ പെണ്ണിനെയും ചെക്കനെയും അവിടെ നിന്നും വിളിച്ചോണ്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. അവിടെ നിന്ന് പോകാൻ നോക്കിയതും ഈ കൂട്ടത്തിലുള്ള ഒരുത്തൻ പുറകിൽ നിന്ന് നിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഒരു ക്ലിക്ക് മതി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ലൈക്കും വ്യൂസും കണ്ടമാനം കിട്ടും എന്ന് പറഞ്ഞതും പോകാൻ നിന്ന ആ പെണ്ണ് സുയോങ്കിനെ നോക്കിയിട്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചും അവരുടെ അടുത്തോട്ട് തന്നെ പോകുന്നു. കാരണം ഇവൾക്കറിയാം ഇവളിപ്പോ പോയി കഴിഞ്ഞ എന്തായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന്. കൂട്ടത്തിൽ ആ ചെക്കനും അവളുടെ കൂടെ തന്നെ പോകുന്നു. സുയോങ്ങിനും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവന് അവിടെ നിന്നും പോകുന്നു. ഇവൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായിക ഇവനെ കണ്ടതും അവളുടെ മുടി അവൾ തന്നെ അഴിച്ച് മോഡലിനെ പോലെ ആക്കി അവന്റെ മുന്നിൽ പോയി നിൽക്കുന്നു. പക്ഷെ അവനാണെങ്കിലോ ഹായ് എന്ന് പറഞ്ഞ് അവളെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ പോകുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നായികയ്ക്ക് ഇവനോട് ഒരു ക്രഷ് ഉണ്ട് എന്ന്. പക്ഷെ നായികയാണെങ്കിലോ ഇവൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ട് പോലും തിരിച്ചും അവന്റെ പുറകെ പോയി അവനോട് സംസാരിക്കാൻ നോക്കുന്നു. ഇന്ന് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ ഒന്ന് ഈ സ്കൂളിന്റെ റൂഫിലോട്ട് ഒന്ന് വരുമോ എന്ന് പറഞ്ഞതും സുയോങ് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. പക്ഷെ നായികയാണെങ്കിലോ ഞാൻ അപ്പ പറയാം എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് കയറി പോകാൻ നോക്കിയതും അവന്റെ മുമ്പിൽ തന്നെ സ്ലിപ്പായി താഴെ വീഴുന്നു. പക്ഷെ നായികയാണെങ്കിലോ നാണം കെട്ട് എന്ന് പോലും നോക്കാണ്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. നായികയും നായകന്റെ അടുത്തോട്ട് പോയി അവന്റെ ബാഗ് അവന്റെ മേത്തോട്ട് വലിച്ചിടുന്നു. എന്നിട്ട് അവളുടെ സീറ്റിൽ പോയിരിക്കുന്നു. ആ സമയം സിയോങ്ങും അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നായികയും കണ്ണെടുക്കാണ്ട് അവനെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം സെൽഫിഷ് ക്ലാസ്സിലോട്ട് വന്ന് ഒരു കാരണമില്ലാണ്ട് ഒച്ച എടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവം എന്ന് നോക്കിയാൽ ഇവള് ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളെ ഇടിച്ചുകൊണ്ട്
ഒരുത്തൻ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞാണ് ഇപ്പോൾ ഇവൾ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് ഇവളെ ഇടിച്ചവൻ ഇവളുടെ ബെഞ്ചിന്റെ പൊക്കത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതും കൂടി കണ്ടപ്പോൾ ഇവൾ ഇനി ഞാൻ എങ്ങനെ ഈ ഡെസ്ക് യൂസ് ചെയ്യും എന്ന് ഇവനോട് എന്തോ ശത്രുതയുള്ളതുപോലെ പറയുന്നു. എന്താണ് സംഭവം എന്ന് നോക്കിയ ഈ പെണ്ണും ഈ ചെക്കനും എന്തോ ഒരു കാരണത്താൽ ശത്രുക്കളാണ്. ഇവർ രണ്ടുപേരും ഒരിക്കലും നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഇവരിങ്ങനെ തല്ലുപിടിക്കാനായി പോകുന്ന സമയത്ത് അപ്പോഴേക്കും ടീച്ചറും ക്ലാസ്സിലോട്ട് വരുന്നു. ഈ ടീച്ചറിന്റെ പേരാണ് പാർക്ക്. ഈ ടീച്ചറും ക്ലാസ്സിൽ വന്നതും എല്ലാ സ്റ്റുഡൻസും അവനവന്റെ ബെഞ്ചിൽ പോയിരിക്കുന്നു. ടീച്ചറും ഒരു ഫോൺ റാക്ക് എടുത്ത് എല്ലാ സ്റ്റുഡൻസിനോടും അവനവന്റെ ഫോൺ കൊണ്ടേ വെക്കാൻ പറയുന്നു. അതേപോലെ തന്നെ സ്റ്റുഡൻസും ഫോൺ വെച്ചിട്ട് പോകുന്നു. പക്ഷേ ടീച്ചർ ആണെങ്കിലോ അങ്ങനെ വിടാണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടതും ഫോൺ വെക്കാത്ത പിള്ളേരുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വന്നതും ഫോൺ വെക്കാത്തവരെ കൈയോടെ പിടിക്കുന്നു. അങ്ങനെ എല്ലാവരുടെ ഫോണും മേടിച്ച് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലാസ് കഴിഞ്ഞതും പാർക്ക് ടീച്ചർ ലാബ് ടീച്ചറായ ലീനെ പോയി കാണുന്നു. പാർക്ക് മിസ്സും ലീ സാറിനെ നോക്കിയിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു സ്റ്റുഡന്റിനെ കാണാനില്ല. ലാസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിലാണ് ആ സ്റ്റുഡന്റ് വന്നത് എന്ന് കേട്ടത്. നിങ്ങൾ ആ സ്റ്റുഡന്റിനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് ലീ സാറും കണ്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനായി അയാളുടെ മുറിയിലോട്ട് കയറി പോകുന്നു. റൂമിൽ വന്നതിന് ശേഷം അയാളുടെ ലാപ്ടോപ്പിൽ ഈ സാറിന്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഞാൻ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ എലി എന്റെ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡന്റിനെ കടിച്ചിരിക്കുന്നു. ഇത് കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഇതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിലിരുന്ന് ആ പെണ്ണ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാറും ഒരു മരുന്ന് ഈ പെണ്ണിന്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇഞ്ചക്ട് ചെയ്തതോ ആ പെണ്ണ് കുറച്ചു നേരത്തേക്ക് നോർമൽ ആകുന്നു. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ വൈറസ് ഈ ടീച്ചറാണ് കണ്ടുപിടിച്ചത് എന്ന്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ സാറും പോയി ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ റാഗ് ചെയ്യുന്ന ടീമില്ലേ, റാഗ് ചെയ്ത ടീമിലുള്ള ഒരുത്തൻ വീഡിയോ എടുത്ത പെണ്ണിന്റെ ഡ്രസ്സിൽ എന്തൊക്കെയോ വൃത്തിയോടായിട്ട് എഴുതി വെക്കുന്നു. പക്ഷെ ഈ പെണ്ണിനാണെങ്കിലോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ അവര് റിലീസ് ചെയ്യുമെന്ന് ഇവൾക്കറിയാം. അതുകൊണ്ട് ആ പെണ്ണ് എല്ലാം സഹിച്ച് മിണ്ടാണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് വൈറസിനെ പറ്റിയാണ്. വൈറസും ഒരു ജീവനുള്ള വസ്തുവാണ്. ആ സെല്ലിനും മനുഷ്യനെ പോലെ ജീവിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ വൈറസ് എഫക്ട് ആയി കഴിഞ്ഞാൽ ശരീരഭാഗത്തിലെ എല്ലാ പാർട്ടിലോട്ടും ഈ വൈറസ് സ്പ്രെഡ് ആകും. ഇപ്പൊ ഈ ടോപ്പിക്ക് കേട്ടിട്ട് നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? വൈറസിനെയാണോ അതോ മനുഷ്യ ശരീരത്തിനെയാണോ? വൈറസിനാണെങ്കിൽ നമുക്കിവിടെ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം ആ ഒരു സെല്ലിനും ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതുകൂടാണ്ട് വൈറസിന് മനുഷ്യനേക്കാൾ കൂടുതലും ശക്തിയുണ്ട്. എന്നിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡില് സയൻസ് ലാബിന്റെ ഉള്ളിൽ കെട്ടിട്ടിരിക്കുന്ന പെണ്ണ് ഇപ്പൊ ഫുള്ളായി ഒരു സോംബിയായി മാറിയിരിക്കുന്നു. ഇപ്പൊ അടുത്ത സീനിലും ക്ലാസ് റൂം ആണ് കാണിക്കുന്നത്. ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് പാർക്ക് മിസ്സാണ്. ഇവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ കാണിക്കുന്നു. ആ പെണ്ണിനെ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. തല കറങ്ങുന്ന പോലെ തോന്നുന്നു. ഇവളും എണീറ്റ് എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എണീറ്റ് പോകുന്നു. ഈ പെണ്ണിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ പെണ്ണ് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെയും ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയം ലാബിൽ കെട്ടിവെച്ചിരുന്ന പെണ്ണ് ഇപ്പൊ ഈ ക്ലാസ് റൂമിലോട്ട് വന്നിരിക്കുന്നു. ഈ പെണ്ണ് ക്ലാസ്സിലോട്ട് വന്ന് വീഴാൻ പോയതും മിസ് ഓടിപ്പോയി അവളെ പിടിക്കുന്നു. ആ പെണ്ണും ടീച്ചറുടെ മടിയിൽ കിടന്ന് എന്നെ ലീ സാറാണ് ലാബിൽ കെട്ടിയിട്ടിരുന്നത്. അതുകൂടാണ്ട് ഈ പെണ്ണിന്റെ മുഖം കൂടി നോക്ക്, ഫുൾ ചോരയിൽ കുളിച്ചിരിക്കുകയാണ്. ഇത് കണ്ടതും സിയോങ് ആ പെണ്ണിനെ മുതുകത്ത് തൂക്കിക്കൊണ്ട് ഈ സ്കൂളിലുള്ള ഒരു മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. ഇവന്റെ കൂടെ പാർക്ക് മിസ്സും നായികയും അവളുടെ കൂട്ടുകാരിയും ഉണ്ട്. ആ സമയം സുയോങ്ങിന്റെ മുതുകത്തുള്ള ആ പെണ്ണ് ഇവനെ കടിക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ അവളെ കൊണ്ട് അത് പറ്റുന്നില്ല. ആ സമയം ആ മെഡിക്കൽ റൂമിലോട്ട് ഇപ്പൊ ക്ലാസ് റൂമിൽ നിന്ന് ഒരു പെണ്ണ് ഇറങ്ങിപ്പോയില്ലേ, ആ പെണ്ണ് ഈ മെഡിക്കൽ റൂമിലുള്ള ഡോക്ടറിനോട് എനിക്ക് ഈ വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല, ഈ വേദന എങ്ങനെയെങ്കിലും മാറ്റിത്തരുമോ എന്ന് പറയുന്നു. ഇത് കേട്ടതും ഡോക്ടറും അവളെ ചെക്ക് ചെയ്യാൻ പോകുന്നു. ആ സമയം സിയോങ് ആ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അവരെ കണ്ടതും ഈ ഡോക്ടർ ഈ പെണ്ണിന്റെ കാര്യം നോക്കാണ്ട് സിയോങ് കൊണ്ടുവന്ന് ആ പെണ്ണിന് എന്ത് പറ്റിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പെണ്ണും വേദനയും സഹിച്ചു പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാണ്ട് ആ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങി പോകുന്നു. ഈ പെണ്ണിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതും ഭയങ്കര ലോ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടതും ആ ഡോക്ടർ ആ പെണ്ണിന്റെ ബോഡി പുതപ്പ് കൊണ്ട് കവർ ചെയ്യാൻ നോക്കുന്നു. ആ സമയം ഈ പെണ്ണ് നോർമൽ ആകാണ്ട് ഇവരെ തന്നെ കടിക്കാൻ നോക്കുന്നു. അതുകൂടാണ്ട് ഭയങ്കര വയലന്റ് ആയി ബിഹേവ് ചെയ്യുന്നു. ഈ ഡോക്ടറും ഈ പെണ്ണൊന്ന് കാം ആവാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അതുകൂടാണ്ട് പാർക്ക് മിസ് വേഗം ആംബുലൻസിന് വിളിക്കുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ ക്ലാസ് റൂം കാണിക്കുന്നു. അവിടെ ആ സെൽഫിഷ് ഗേളും അവളുടെ 2-3 ഫ്രണ്ടും കൂടി ചേർന്നിരുന്ന് ലീ സാറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ആ സാറിന്റെ മകൻ സൂയിസൈഡ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ പെണ്ണിനെ കെട്ടിയിട്ടത്. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന ആരും വിശ്വസിക്കുന്നില്ല. ഈ സെൽഫിഷ് ഗേളിന് എങ്ങനെയാണ് ഈ കാര്യം അറിയാ എന്ന് നോക്കി
നോക്കിയാൽ ആ ചെക്കനെ അന്ന് റാഗ് ചെയ്യുന്ന സമയത്ത് ഇവളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ പെണ്ണും ആ ഗ്യാങ്ങിലുള്ള ഒരു മെമ്പറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൂടാണ്ട് ക്ലാസ്സിൽ വേറൊരു ഗ്രൂപ്പ് ലീ സാറ് എന്തിനായിരിക്കും ആ പെണ്ണിനെ ലാബിൽ കെട്ടിയിട്ടത്, എന്തായിരിക്കും കാരണം എന്ന് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികയുടെ ഫ്രണ്ട് ഇപ്പൊ ക്ലാസ് റൂമിലോട്ട് വരുന്നു. ഇവളെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും ഈ പെണ്ണിനോട് ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അതിന് ആ പെണ്ണ് ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ഇപ്പൊ അവൾ കാമായിരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു മുമ്പ് വരെ ഭയങ്കര വയലന്റ് ആയി റിയാക്ട് ചെയ്ത് അതുകൂടാണ്ട് ഞങ്ങളെ വരെ കടിക്കാൻ നോക്കി. അതുകൂടാണ്ട് അവളുടെ മുഖത്ത് മുഴുവനും ചോരയാണ്. അതേസമയം ഈ വൈറസ് എഫക്റ്റ് ആയ പെണ്ണിനെ ഒരു ആംബുലൻസിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകാൻ നോക്കുന്നു. ആ കൂട്ടത്തിൽ നായികയുടെ അച്ഛനും ഉണ്ട്. ഈ വൈറസ് എഫക്റ്റ് ആയ പെണ്ണിനെ ഒന്ന് കാമാക്കാൻ നോക്കുന്ന സമയത്ത് നായികയുടെ കയ്യിൽ ചെറുതായി ഒന്ന് പോറിയിട്ടുണ്ടായിരുന്നു. നായികയുടെ അച്ഛനും അതിന് മരുന്ന് വെച്ച് കെട്ടുന്നു. അതിനുശേഷം ആംബുലൻസിൽ കയറി അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് പോകാൻ നോക്കുന്നു. ആംബുലൻസ് പോയി കഴിഞ്ഞതിന് ശേഷം പാർക്ക് മിസ് സുയോങ്കിനെ നായികയെ നോക്കിയിട്ട് താങ്ക് യു പറയുന്നു. അതുകൂടാണ്ട് ഇവിടെ നടന്ന ഒരു കാര്യവും പുറത്തു പറയരുത് എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും അവിടെ നിന്നും ക്ലാസ്സിലോട്ട് പറഞ്ഞു വിടുന്നു. ഇവർ ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുയോങ് നായികയെ നോക്കിയിട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് നീ എന്തിനാണ് എന്നെ മുകളിലോട്ട് വിളിച്ചത്, എന്താ കാര്യമെന്ന് നായികയോട് ചോദിക്കുന്നു. ആ സമയം നായിക അവളുടെ നെയിം ടാഗ് എടുത്ത് അവന്റെ കൈ കൊടുത്തിട്ട് നീ എന്റെ കൂടെ ഡേറ്റിങ്ങിന് വരുന്നു എന്ന് ചോദിക്കുന്നു. അതേസമയം തന്നെ നായകനും അങ്ങോട്ട് ഓടി വന്നു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഇതെന്താ കെട്ട് എന്ന് നായികയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. നായിക എന്തിനാണ് ഇപ്പൊ ദേഷ്യപ്പെട്ടത് എന്നാൽ ഇപ്പോഴാണ് നായിക അവളുടെ ക്രഷിനോടൊന്ന് സംസാരിക്കാൻ നോക്കിയത്. അപ്പോഴേക്കും നായകനും വന്ന് അത് നശിപ്പിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾ ദേഷ്യപ്പെട്ടു പോയിരിക്കുന്നത്. അതേസമയം ഇപ്പുറത്തെ സൈഡില് ലാബിലോട്ട് ലീ സാറ് കയറി വരുന്നു. ആ സമയം അവിടെ കെട്ടിയിട്ട പെണ്ണിനെ കാണാത്തതുകൊണ്ട് ലീയും ആ പെണ്ണ് എവിടെ പോയി എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പാർക്ക് മിസ്സും വേറൊരു ടീച്ചറും കൂടി കയറി വന്നിട്ട് അവള് സേഫായി എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ പറയണം എന്ന് പറഞ്ഞ് ലീനെയും വിളിച്ചുകൊണ്ട് പ്രിൻസിപ്പാളിന്റെ റൂമിലോട്ട് പോകുന്നു. ലീനെ കണ്ടതും പ്രിൻസിപ്പാള് എന്തിനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാക്കുന്നു. അതുകൂടാണ്ട് പാർക്ക് മിസ്സിനെ നോക്കിയിട്ട് നിങ്ങൾ എന്തിനാണ് ആംബുലൻസിനെ വിളിച്ചത്, അവരുടെ കൂട്ടത്തിൽ പോലീസും കൂടി വന്നിരുന്നെങ്കിൽ ഈ സ്കൂളിന്റെ പേര് എന്താകുമായിരുന്നു, ഈ സ്കൂളിൽ വെച്ച് എന്ത് നടക്കുകയാണെങ്കിലോ അത് ഇവിടെ വെച്ച് തീർത്താൽ മതി, എന്തിനാണ് ആംബുലൻസിനെ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർക്ക് മിസ് ഞാൻ ആദ്യം ആംബുലൻസിലോട്ടല്ല വിളിച്ചത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് എന്ന് പറഞ്ഞ് വാ അടച്ചില്ല. അപ്പോഴേക്കും രണ്ട് പോലീസുകാര് അങ്ങോട്ട് വരുന്നു. അതുകൂടാണ്ട് ലീനെയും അറസ്റ്റ് ചെയ്യുന്നു. അതേസമയം ഇപ്പുറത്ത് ആ ഡോക്ടറെ കാണിക്കുന്നു. ആ ഡോക്ടറുടെ കയ്യിൽ എന്തോ ഒരു പാടുണ്ട്. കുറച്ചു മുമ്പ് ആ വൈറസ് എഫക്റ്റ് ആയ പെണ്ണിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ പെണ്ണ് ഇവരെ കടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടറും ഇപ്പൊ കുറച്ചായി സോംബി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ലഞ്ച് ബ്രേക്ക് ആയതും എല്ലാ സ്റ്റുഡൻസും ലഞ്ച് കഴിക്കാൻ പോകുന്നു. ആ സമയം നായിക അവളുടെ ഫ്രണ്ടിനോട് എനിക്ക് സുയോങ്കിനെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. അതുകൂടാണ്ട് ഞാൻ അവനെ ഡേറ്റിങ്ങിന് പോലും വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഇവളുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആകുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് നായിക എത്ര തന്നെ സിയോങ്ങിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും സിയോങ്ങിന് ഇവന്റെ ക്ലാസ് ലീഡറിനോടാണ് ക്രഷ് ഉള്ളത്. ഇവനും അവളോട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിലോ ബുക്കും വായിച്ചുകൊണ്ട് അതുകൂടാണ്ട് ചെവിട്ടിൽ ഇയർപോഡും വെച്ചുകൊണ്ടാണ് നടക്കാറ്. ഇവൻ പറയുന്ന ഒരു കാര്യത്തിന് പോലും അധികം ഇൻട്രസ്റ്റ് കൊടുക്കാണ്ടാണ് ഈ ലീഡർ ഇവനോട് സംസാരിക്കാറ്. അതേസമയം ഇപ്പുറത്ത് ആ ക്ലിനിക്ക് കാണിക്കുന്നു. ഇപ്പൊ ആ ഡോക്ടർ ഒരു ഫുൾ സോംബി ആയിരിക്കാണ്. ഈ ഡോക്ടറും ഇങ്ങനെ വിയർഡായി ബിഹേവ് ചെയ്യുന്ന കണ്ടതും ആ റാഗി എന്ന ടീമിലെ 2 പേര് ഈ ഡോക്ടർ കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് അവരുടെ ഫോൺ എടുത്ത് ഈ ഡോക്ടർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കുന്നു. പെട്ടെന്ന് ഈ ഡോക്ടർ തിരിഞ്ഞ് ഇവരുടെ നേർക്ക് ഓടി വന്ന് അവിടെയുള്ള മതിലിൽ വീശിപ്പോയി തലയിടിക്കുന്നു. അപ്പോഴും ഇവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാണ്ട് വീഡിയോ എടുത്തോണ്ട് തന്നെ ഇരിക്കുന്നു. ആ സമയം ഈ ഡോക്ടർ എണീറ്റ് ഇവന്റെ കൂടെയുള്ള ചെക്കന്റെ മുഖം നോക്കി കടിച്ച് ആ മുഖത്തുള്ള ഒരു ദശ തന്നെ കടിച്ച് പറിച്ചെടുക്കുന്നു. അപ്പോഴാണ് ഇവന് കാര്യം തന്നെ മനസ്സിലാകുന്നത്. ഇവനും ആ ഡോക്ടറിനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നു. ഈ ഡോക്ടറും വേറെ പിള്ളേരെ കടിക്കാനായി അവരുടെ പുറകെ പോകുന്നു. ഇപ്പൊ ഈ ഡോക്ടർ ഒരുത്തന്റെ മുഖത്ത് കടിച്ചില്ലേ, അവനൊരു സോംബിയെ മാറി അടുത്തുള്ള ഒരു ക്ലാസ്സിലെ ചെക്കന്റെ കഴുത്ത് നോക്കി കടിക്കുന്നു. ഇങ്ങനെ കുറച്ചായി ഓരോരുത്തരെയും കടിച്ച് ഈ സോംബി വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയം സ്കൂളിന്റെ റൂഫ് ഭാഗം കാണിക്കുന്നു. അവിടെ ഒരു പെണ്ണ് സൂയിസൈഡ് ചെയ്യാനായി നിൽക്കുകയാണ്. ഇവൾ ആരാണെന്ന് മനസ്സിലായോ? ആ റാഗ് ചെയ്യുന്ന ടീം ഒരു പെണ്ണിന്റെ വീഡിയോ എടുത്തില്ലേ, അവളാണ് ഇപ്പൊ ഇവിടെ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നത്. ഇവളുടെ കൂടെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നില്ലേ, ആ ചെക്കനും കരഞ്ഞുകൊണ്ട് നീ മണ്ടത്തരൊന്നും ചെയ്യല്ലേ, നമുക്ക് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാം, നീ ഈ മണ്ടത്തരം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവളെ തടയാൻ നോക്കുന്നു. അപ്പോഴും സൂയിസൈഡ് തന്നെ ചെയ്യണം എന്നുള്ള ആ മൈൻഡിൽ തന്നെ നിൽക്കാണ്. കാരണം
കാരണം അവരെന്തായാലും ആ വീഡിയോ എല്ലാ സോഷ്യൽ മീഡിയയിലും സ്പ്രെഡ് ആക്കും. അതിന്റെ നാണക്കേട് പോലും ഇനി ഇവൾക്ക് സഹിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവളിപ്പോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇവളിങ്ങനെ ചാടാൻ പോകുന്ന സമയത്ത് സോംബി വൈറസ് എഫക്റ്റ് ആയ ഓരോ സ്റ്റുഡൻസും ആ സ്കൂളിലെ ജനലും പൊളിച്ച് സ്കൂൾ ഗ്രൗണ്ടിലോട്ട് ചാടുന്നു. അതുകൂടാണ്ട് ഇപ്പൊ ആ സ്കൂളിലുണ്ടായിരുന്ന പാതി സ്റ്റുഡൻസ് ഇപ്പൊ സോംബിയായി മാറിയിരിക്കുന്നു. അതുകൂടാണ്ട് എഫക്റ്റ് ആകാത്ത സ്റ്റുഡൻസിനെയും പിടിച്ച് കടിച്ച് സോംബിയാക്കുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ക്ലാസ് ലീഡർ ബുക്കും വായിച്ച് ഇയർഫോണും കാതിലിട്ടുകൊണ്ട് ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്ന് പോലും ശ്രദ്ധിക്കാണ്ട് അങ്ങനെ നടക്കുന്നു. പക്ഷെ സുയോങ് വന്നാണ് അവളെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടും കൊണ്ടുപോകുന്നത്. ഈ സ്റ്റുഡൻസും ആ സോംബിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ സ്കൂളിലുണ്ടായ ക്യാൻറ്റീനിലോട്ട് കൂട്ടം കൂട്ടമായി ഓടിക്കേറി വരുന്നു. അതുകൂടാണ്ട് ആ ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് ഡോറും കൂടി പൊളിച്ചാണ് സ്റ്റുഡൻസ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നത്. ആ സമയം ആ റാഗിൻ ഗ്യാങ്ങിലുള്ള തല തിരിഞ്ഞവനെ കാണിക്കുന്നു. ഇവനെ നമുക്ക് ബാഡ് ബോയ് തന്നെ വിളിക്കാം. ഇപ്പൊ ഓരോ സ്റ്റുഡൻസും ആ സോംബിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോംബീസ് ആണെങ്കിലോ ഇവരുടെ കയ്യിൽ കിട്ടുന്ന ഓരോരുത്തരെയും കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടത് നായികയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് സ്റ്റണ്ണായി നിൽക്കുകയാണ്. അതേസമയം ഒരു സോംബി നായികയുടെ നേർക്ക് വന്ന് ഇവളെ കടിക്കാൻ വേണ്ടി ഇവളുടെ മുമ്പിൽ നിന്ന് അലറുന്ന പോലെ കാണിച്ച് ഈ ഫസ്റ്റ് എപ്പിസോഡ് തീർക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്